അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മുസ്ലിമയുടെ ജീവിതം മാറ്റുന്ന 30 ദിവസങ്ങൾ. 30 ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം മാറാൻ പോവാണ് ഇൻഷാ അല്ലാ. നമ്മൾ മാറ്റാൻ പോവാണ് അല്ലെ? നിങ്ങൾക്ക് തോന്നാം അതെങ്ങനെ മാറുക അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഓക്കെ, നമ്മളിൽ പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ് നമുക്ക് മനസ്സമാധാനമില്ലായ്മ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് തെറ്റുകളിലേക്ക് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സ് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. നമുക്ക് മാറണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ടാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് വരുന്നത്. മാസം 300 രൂപ മാത്രം ഫീസുള്ള, 500 രൂപയാണ് ആക്ച്വൽ ഫീസ്. ഈ ഒരു മാസത്തേക്ക് വെറും 300 രൂപയ്ക്കാണ് ഈ ഒരു ക്ലാസ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്ന കാര്യമാണ് എനിക്ക് മാറണം, എനിക്ക് ഒരു ചിട്ടയിൽ ജീവിക്കണം, അള്ളാഹുവിനോട് കുറച്ചും കൂടി അടുക്കണം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഓവർ തിങ്കിങ് കാരണം ഒരുപാട് ആലോചിച്ച് കൂട്ടുന്ന സ്വഭാവം, അതേപോലെ നമ്മുടെ മടി, മൊബൈലിനോടുള്ള അഡിക്ഷൻ, മൊബൈലിന്റെ അടിമയായി പോയി. ആരും സമ്മതിച്ചിട്ടില്ലെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മളെ എപ്പോഴും ഒരു 10 മിനിറ്റ് സമയം കിട്ടിയ നേരം മൊബൈലിലേക്കാവും എത്തുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ പുറത്തു വരണം എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, പക്ഷെ ഒരു ദിവസം മോട്ടിവേഷൻ കിട്ടും, ആ ദിവസം മെച്ചപ്പെടും, അടുത്ത ദിവസം വീണ്ടും എല്ലാം പഴയ പോലെ. ഇതാണ് പലരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ഥിതി. അതുകൊണ്ടാണ് നഫ്സു അമ്മാറ ടു നഫ്സു മുത്മൈന എന്നുള്ള 30 ദിവസത്തെ ട്രാൻസ്ഫോർമേഷൻ ചലഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ചലഞ്ചിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ മനസ്സിനെ റീസെറ്റ് ചെയ്യാം. നമ്മുടെ മനസ്സിനെ നമ്മൾ റീസെറ്റ് ചെയ്യാം, അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാം, ഒരു ചിട്ട ജീവിതത്തിൽ കൊണ്ടുവരാം, മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാം, നമ്മളെ ഒരു മനസ്സമാധാനമുള്ള ജീവിതത്തിലേക്ക് മാറുക, നല്ല ശീലങ്ങളെ പതുക്കെ പതുക്കെ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഇതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചലഞ്ച് ഒന്നുമല്ല, ഒരു സമാധാനമുള്ള ഒരു നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളൊക്കെ ഉണക്കുന്ന, മുറിവുകളൊക്കെ ഉണങ്ങി നമുക്ക് ആരോടും ദേഷ്യമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങളില്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട്, പൂർണ്ണമായും അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് നമ്മൾ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. എന്താണ് നഫ്സുൽ അമ്മാറ? നഫ്സുൽ അമ്മാറ എന്ന് പറയുന്നത് നമ്മളെ പാപത്തിലേക്കും അലസതയിലേക്കും നമ്മെ വലിക്കുന്ന മനസ്സ്, നമ്മൾക്ക് തെറ്റുകൾ ചെയ്യാൻ പ്രേരണ തന്നുകൊണ്ടിരിക്കുന്ന മനസ്സ്. ഇനി ഈ മനസ്സിന്റെ ഉടമകളാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും തോന്നുന്ന കാര്യമാണ് ഒരു മടുപ്പ്, നിസ്കാരം പിന്നെ നിസ്കരിക്കാന്നുള്ള ഒരു ചിന്ത, മൊബൈലിനോട് കൂടുതൽ ഒരു അഡിക്ഷൻ, അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ്, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. ചെറിയ കാര്യങ്ങളാവാം, പക്ഷെ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച്, അതും നെഗറ്റീവായിട്ടായിരിക്കും മിക്കവാറും ചിന്തിക്കുക അല്ലെ? അങ്ങനെ സംഭവിച്ചാലോ, അങ്ങനെ സംഭവിച്ചാലോ, ഈ രീതിയിൽ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ട് സമയം കളയാം. അതേപോലെ പിന്നീട് മാറ്റി വെക്കുക നമ്മുടെ എല്ലാ ജോലികളും, അല്ലെങ്കിൽ പല ജോലികളും, നിസ്കാരം, ഇതൊക്കെ അവസാന സമയത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം. പിന്നെ ഒരു കൃത്യമായ ശീലമില്ലാതെ തോന്നുന്ന മാതിരി ജീവിക്കാന്ന് പറയുന്ന പോലെ, ഇന്ന് എങ്ങനെയോ രാവിലെ വൈകുന്നേരമായി, നാളെ മറ്റൊരു രീതിയിൽ, ഈ രീതിയിൽ ഒരു ചിട്ടയില്ലാത്ത ജീവിതം. അതുപോലെ നമുക്ക് മാനസികമായി ഭയങ്കര സ്ട്രെസ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വിഷമങ്ങൾ, പ്രയാസങ്ങൾ. നിലവിൽ വലിയ രീതിയിലുള്ള ടെൻഷനുകൾ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും. അപ്പം ഇവയെല്ലാം നഫ്സ് അമ്മാറയുടെ ലക്ഷണങ്ങളാവാം. എന്നാൽ നഫ്സു മുത്മയിന്ന എന്താണ്? നഫ്സുൽ മുത്മയിന്നാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ ഓർക്കുമ്പോൾ മനസ്സമാധാനം കണ്ടെത്തുന്ന ഹൃദയം എന്ന്, സമാധാനം കണ്ടെത്തുന്ന ഹൃദയം എന്ന്. അപ്പം അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിനെ എല്ലാം ഏൽപ്പിച്ചിട്ട്, അള്ളാഹുവിൽ തവക്കൽ ചെയ്ത്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് സമാധാനം കണ്ടെത്തും. അത് നമ്മൾ നിലവിലുള്ള കടത്തിലായിരിക്കാം ആ സമയത്തും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു കാര്യവും മാറ്റം വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്, നിങ്ങളിപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ആവാം അല്ലെ, വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറയുന്ന ആളുകളുടെ കൂടെ ആവാം, അല്ലെങ്കിൽ വീടില്ല, കുഞ്ഞുങ്ങളില്ല, ബിസിനസ് തകർച്ചയിലാണ്, ഇങ്ങനെ പല
സാമ്പത്തികമായ ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ട്, ശാരീരികമായിട്ടുള്ള അസുഖങ്ങള്, രോഗങ്ങള്, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയിലുണ്ടാവും. പക്ഷെ ആ സമയത്തും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് നഫ്സുൽ മുത്മയിനയിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പം ഇതിലൂടെ നിങ്ങൾ സമാധാനത്തിലേക്ക് എത്തുന്നത് വഴി നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, നിങ്ങളുടെ ചിന്തകൾ മാറുന്നു. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതമായി മാറുന്നത്. അപ്പം നമ്മൾ പോസിറ്റീവായി എത്രത്തോളം ചിന്തിക്കുന്നോ, നല്ല രീതിയിൽ എങ്ങനെ ചിന്തിക്കുന്നോ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതവും നല്ല രീതിയിലേക്ക് മാറും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പം മുത്മയിനയിലേക്ക് എത്തിയാല്, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ജീവിതത്തിന് ഒരു ചിട്ട ഉണ്ടാവും എല്ലാ കാര്യത്തിനും. അത് ഇബാദത്തിന് മാത്രമായിട്ടല്ല, ബാക്കി എല്ലാത്തിനും. ഓക്കെ, ഞാൻ ഈ സമയത്ത് എണീക്കണം, ഇന്ന ഭക്ഷണം കഴിക്കണം, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, ഞാൻ കുറച്ച് സമയം എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ സെൽഫിനെ, എന്റെ ശരീരത്തിനെ ഞാൻ സംരക്ഷിക്കണം, അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണം, എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ, വീടിനെ, ഈ രീതിയിൽ എല്ലാ ആരോഗ്യം, മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം, അതേപോലെ പണത്തിന്റെ പണം ചെലവഴിക്കൽ, അല്ലെങ്കിൽ പണം എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയി തുടങ്ങും. നമുക്ക് എല്ലാത്തിനും ഒരു ചിട്ടയായിട്ട് വരും. അടുത്തതായിട്ട് പീസ്ഫുൾ മൈൻഡാണ്, എന്ന് വെച്ചാൽ സമാധാനമുള്ള മനസ്സ്. മൂന്നാമത്തേത് നമുക്ക് ക്ഷമ ഉണ്ടാവും, ക്ഷമ വർദ്ധിക്കും. നമ്മൾ പലപ്പോഴും നമ്മളെ ഉള്ളില് ടെൻഷനുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, മുറിവുകൾ, ഇതെല്ലാം ഉള്ള സമയത്താണ് നമ്മൾ മറ്റുള്ളവരോട് കയർക്കുന്നതും അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതും മക്കളോട് വഴക്കിടുന്നതും എല്ലാം. അപ്പം അതെല്ലാം മാറിയിട്ട് നമുക്ക് ക്ഷമ പാലിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഇൻഷാ അല്ലാ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാലാമത്തെ കാര്യം, നമുക്ക് നല്ല ശീലങ്ങൾ ഒരുപാട് ഉണ്ടാവും. ഈ ഒരു 30 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട്, ഓരോ ദിവസവും നമ്മൾ 3 ശീലങ്ങൾ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പൊ 30 ദിവസം കഴിയുമ്പോഴേക്കും 90 ശീലങ്ങള്, ചെറിയ ചെറിയ ശീലങ്ങളാണ്, വലിയ കാര്യങ്ങളൊന്നും അല്ല. പക്ഷെങ്കിൽ ഈ ഇത്രയും നല്ല ശീലങ്ങൾ വരുമ്പോ തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറിയിട്ടുണ്ടാവും ഇൻഷാ അല്ലാ. അടുത്തതായിട്ട് ഖുർആനുമായിട്ടുള്ള കണക്ഷൻ. പലർക്കും ഖുർആന് എപ്പോഴെങ്കിലും ഓതണം, ഓക്കെ, അത് കഴിഞ്ഞാല് പിന്നെ തോന്നുന്ന ദിവസം, ഈ രീതിയിലായിരിക്കും. അപ്പൊ അതല്ലാതെ ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരമായിട്ടുള്ള ഖുർആനുമായിട്ടുള്ള അടുപ്പം, ഖുർആന് മനസ്സറിഞ്ഞ് ഓതുന്ന സിസ്റ്റം, ഇതിലേക്ക് നമ്മൾ മാറും. അതേപോലെ നമ്മൾ സമയത്തിന് നിസ്കരിക്കുന്ന, അതേപോലെ തന്നെ നിസ്കാരത്തിന് വാല്യൂ കൊടുക്കുന്ന, ഖുശുവോട് കൂടിയിട്ടുള്ള നിസ്കാരം. അവസാനമായിട്ട് കാം ലൈഫ് സ്റ്റൈൽ, എന്ന് വെച്ചാൽ സമാധാനമുള്ള നമ്മുടെ ജീവിതം, സമാധാനമായിട്ട് എങ്ങനെ ജീവിക്കാം, മറ്റുള്ളവരെ കാണിക്കാനല്ലാതെ, മറ്റുള്ളവരുമായിട്ട് പെടുത്തിയിട്ടല്ലാതെ, നമ്മൾ നമ്മളേതായ രീതിയിൽ, നമ്മൾക്ക് ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ, നമ്മളും നമ്മളെ കുടുംബവും നമ്മളെ അയൽവാസികളും എല്ലാവരുമായിട്ടും നല്ല സന്തോഷത്തിലും സമാധാനത്തിലുമായിട്ടുള്ള ഒരു ജീവിതം. ഇതാണ് നഫ്സുൽ മുത്മയിന എന്ന് പറയുന്നത്. ഈ ചലഞ്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. 30 ദിവസത്തെ ചലഞ്ചാണ്. ചെറിയ ചെറിയ ടാസ്കുകളാണ് ഉണ്ടാവുക, 1 2 3 ടാസ്കുകൾ. ഈ ടാസ്കുകൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ചെറിയ കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഖുർആൻ ഓതുക, 100 ഇസ്തിഗ്ഫാർ ചൊല്ലുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിലൂടെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഇൻഷാ അല്ലാ. അതേപോലെ സിമ്പിൾ റുട്ടീൻസ്, നമ്മൾ രാവിലെ എണീറ്റ് മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ചിട്ടയിൽ രൂപപ്പെടുത്തിയെടുക്കും. പിന്നെ ഇസ്ലാമികമായിട്ടുള്ള സെൽഫ് കെയർ എന്ന് വെച്ചാൽ ഇസ്ലാമിൽ ഹലാലായ സുന്നത്തുകളായിട്ടുള്ള കുറെ കാര്യങ്ങൾ നബ്സുല്ലാസ്ലം പറഞ്ഞിട്ടുണ്ടല്ലേ, സെൽഫ് കെയർ എന്നുള്ളതില്. ഇപ്പം സ്ത്രീകൾക്ക് സുറുമ ഇടല് സുന്നത്താണ്, മൈലാഞ്ചി ഇടല്, നഖം വെട്ടല്, രോമങ്ങള് ഒഴിവാക്കല്, നല്ല ഇരുന്ന് വെള്ളം കുടിക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സെൽഫ് കെയർ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലും നമ്മളെ സെൽഫ് കെയർ ആണ്. നമ്മളുടെ ശരീരത്തെ തീയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇസ്ലാമിക് സെൽഫ് കെയർ എന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും ഇൻഷാ അല്ലാ. ഖുർആൻ ആൻഡ് ദിക്ർ ഹാബിറ്റ്, അതൊരു ശീലമാക്കി കൊണ്ടുവരും. നമ്മൾ ഖുർആൻ ഓതുന്നതും ദിക്റുകളും എല്ലാം തോന്നുമ്പോൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചയാക്കുമ്പോൾ ചെയ്യുക എന്നതിലുപരി നമ്മൾ ദിവസവും അതിന് സമയം കണ്ടെത്തുകയും അത് നമ്മുടെ ജീവിത ശീലങ്ങളിൽ ഒന്നായിട്ട് മാറും.
പിന്നീട് വരുന്നത് മൈൻഡ് റീസെറ്റ്. നമ്മളെ മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യും. എന്ന് വെച്ചാല് നമ്മളിപ്പം ഇന്നെ കൊണ്ടൊന്നും കഴിയൂല, അല്ലെങ്കിൽ ഇനി ഇന്നെ കൊണ്ട് ഇതൊന്നും നടക്കൂല, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്റെ കൂടെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്റെ മക്കൾ ഇങ്ങനെയാണ്, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ ആയിട്ടാവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട്, നെഗറ്റീവ് മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് എന്നെ കൊണ്ട് കഴിയും, എനിക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട്, എനിക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്, എനിക്ക് അള്ളാഹു ഇത്രയും കഴിവുകൾ തന്നിട്ടാണ് ഇവിടേക്ക് വിട്ടിട്ടുള്ളത്, അല്ലെ? അപ്പം അതിനു വേണ്ടി ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു ബോധം നമുക്ക് വരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചു തുടങ്ങും. അങ്ങനെ പ്രയത്നിക്കുന്ന സമയത്ത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വർദ്ധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇനിയും ജീവിക്കണം, എനിക്ക് ഇതുവരെ ജീവിച്ചതുപോലെ അല്ലാതെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇനിയും എനിക്ക് ജീവിക്കാൻ കഴിയും, എന്റെ മക്കളെ, എന്റെ കൂടെ ഉള്ളവരെ കൊണ്ടുപോവാൻ കഴിയും, ഞാൻ ഇനിയും ഒരുപാട് മെച്ചപ്പെടും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടും. പിന്നെ സമാധാനത്തിൽ ജോലികൾ ചെയ്ത് തീർക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറും. ഓക്കെ, ഇത് തീർക്കണം എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടിയിട്ട്, സ്ട്രെസ്സോട് കൂടിയിട്ട് ചെയ്യുന്നതിന് പകരം സമാധാനത്തോടെ, സന്തോഷത്തോടെ നമ്മുടെ ജോലികളെല്ലാം തീരുന്ന രീതിയിലേക്ക് നമ്മൾ മാറും ഇൻഷാ അള്ളാ. 30 ദിവസം എന്നുള്ളത് പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ദിവസങ്ങളാണ് ഇൻഷാ അള്ളാ. അത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല, ഒരു ഗ്രൂപ്പാണ്. നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അള്ളാ. അപ്പം ഈ ഒരു ചലഞ്ചില് നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളിപ്പോ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ചലഞ്ചിൽ ഒരു 300 രൂപ ഫീസ് നൽകി ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം മൊബൈൽ അഡിക്ഷൻ, മൊബൈൽ ആയിട്ടുള്ള കണക്ഷൻ, ഈ എപ്പോഴും മൊബൈൽ നോക്കുക അല്ലെങ്കിൽ മൊബൈലിൽ വെറുതെ സമയം കളയുക എന്നുള്ള ആ ഒരു കാര്യം മാറിക്കിട്ടും. അതൊരു വലിയ പ്രോബ്ലം ആണ് എല്ലാവരുടെ വീട്ടിലും, അല്ലെ? പലപ്പോഴും നമ്മളെ മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ വരെ കുറയാൻ കാരണം മൊബൈലിന്റെ അഡിക്ഷൻ ആണ്. അപ്പം അത് ഒഴിവായി കിട്ടും. ഓവർ തിങ്കിങ്, ആലോചിച്ച് സമയം കളയുന്നത്, ലേസിനെസ്, മടി ഒഴിവായി കിട്ടും. ബാഡ് റുട്ടീൻ, നമുക്ക് നല്ലൊരു ചിട്ടയായ ജീവിതം ഇല്ലാത്തത്, ഇമോഷണൽ സ്ട്രെസ്, നമുക്ക് എപ്പോഴും ടെൻഷന്, വിഷമം, പ്രയാസം, ബുദ്ധിമുട്ട്, ഹൃദയത്തിനൊരു കനം, പെട്ടെന്ന് കരച്ചിൽ വരിക, ഇമോഷണൽ ആവും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കുറഞ്ഞു കിട്ടും. അതേപോലെ നമ്മളെ ഈമാൻ വർദ്ധിക്കാൻ ഇടയാവും. ഖുർആനുമായിട്ട് ഡിസ്കണക്ട് ആയ ആ പ്രശ്നം സോൾവ് ആവും. നമ്മുടെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, നമുക്കൊരു മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ട്, നമ്മളെ തള്ളാൻ ഒരാളില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടമായിട്ട് എല്ലാവരും കൂടി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയും ഇൻഷാ അള്ളാ. ഈ ചലഞ്ചിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഓക്കെ, നമുക്കൊരു സമാധാനമുള്ള രാവിലെകളാവും, നമുക്ക് നല്ല ഉറക്കം കിട്ടും, നമ്മൾക്ക് ഒരു ചിട്ട അല്ലെങ്കിൽ ഒരു അച്ചടക്കം, നമ്മൾക്ക് അച്ചടക്കം ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ആ അച്ചടക്കം സ്വാഭാവികമായിട്ടും വരും. ഏതുപോലെ നമ്മൾ പറയാറുണ്ട്, ഈ കരി പുരണ്ട പാത്രത്തിൽ ചാരി ഇരുന്നാല് ചാരി ഇരിക്കുന്നതിനും കരി പുരളുന്നു. അതേപോലെ ഈ മുല്ലപ്പൂവിന് തഴുകിയിരുന്നാലും ആ മണം കൂടെ ഉള്ളവർക്കും കിട്ടുന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മളെ അവസ്ഥ. നമ്മള് നല്ല ചിട്ടയിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിലും അതിൻ്റെതായ മാറ്റങ്ങൾ വരും. കുടുംബം മുഴുവനായിട്ടും ആ ഒരു സമാധാനത്തിലേക്ക് പോകും. മറിച്ച് നമ്മളെ ഉള്ളില് കരിപുരണ്ട മനസ്സും, കരിപുരണ്ട അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള മനസ്സും, അതേപോലെ തന്നെ നെഗറ്റീവായ ചിന്തകളും എല്ലാം ആയിട്ട്, നമ്മുടെ തെറ്റുകളുമായിട്ട് കരിപുരണ്ട നമ്മുടെ ഹൃദയവുമായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്തുള്ളവർക്കും നല്ലതൊന്നും കിട്ടാൻ പോകുന്നില്ല നമ്മളെ അടുത്തുനിന്ന്. അപ്പം ആ ഒരു മാറ്റം നമ്മളെ ജീവിതത്തിലും ഒരു അച്ചടക്കം കൊണ്ടുവരാനും നമ്മുടെ കുടുംബത്തിൽ ആ ഒരു അച്ചടക്കം പതിയെ പതിയെ അപ്ലൈ ചെയ്യാനും നമുക്ക് കഴിയും. അടുത്തതായിട്ട് പീസ്ഫുൾ മോർണിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമാധാനമുള്ള രാവിലെകൾ നിങ്ങൾക്ക് കിട്ടും. ഇതുവരെ ഈ ജോലികളൊക്കെ ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ച് എണീക്കുന്നതിന് പകരം അൽഹംദുലില്ലാ, 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 ഇങ്ങനെ ഹംദ് പറഞ്ഞുകൊണ്ടുള്ള സന്തോഷത്തോടെയുള്ള രാവിലെകള്, അതുപോലെ രാത്രി കിടക്കാൻ പോകുമ്പോൾ സന്തോഷത്തോടെയുള്ള ഉറക്കം, മോർ പ്രൊഡക്ടിവിറ്റി, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുക ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പിന്നീടുള്ളത് സ്ട്രോങ്ങർ ഈമാൻ. നമ്മളെ ഈമാൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും
നമ്മളെ ഓരോ ദിവസവും കഴിയും തോറും നമ്മുടെ ഈമാൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും, നമ്മുടെ തെറ്റുകൾ വെട്ടിക്കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മള് നന്മകൾ വളർന്നുകൊണ്ടിരിക്കും, നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായിക്കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മോർ കണക്ഷൻ വിത്ത് അള്ളാഹ്. ഓക്കെ, അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കാൻ കാരണമാവും. കാം ഹാർട്ട്, സമാധാനമുള്ള ഹൃദയത്തിലേക്ക് നമ്മൾ മാറും ഇൻഷാ അല്ലാ. അതേപോലെ തന്നെ ബെറ്റർ ഹാബിറ്റ്, നല്ല ശീലങ്ങളിലേക്ക് നമ്മൾ മാറും. ലെസ് സ്ട്രെസ്, നമുക്ക് വിഷമങ്ങൾ, പ്രയാസങ്ങൾ അതെല്ലാം അള്ളാഹുലേക്ക് തവക്കല് ചെയ്തുകൊണ്ട് ഒരു സമാധാനമുള്ള ഹൃദയമാക്കിയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഹൃദയമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും ഇൻഷാ അല്ലാ. അപ്പം ഈ ചലഞ്ച് വളരെ ഈസി ആണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പം ഈ ചലഞ്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചലഞ്ചാണ്. ഒരു പ്രഷറും ഉള്ള ചലഞ്ച് അല്ല. നിങ്ങളെ മെന്റലി എക്സോസ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യവും ഈ ചലഞ്ചിൽ ഇല്ല. കാരണം നമ്മുടെ ചലഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? സമാധാനത്തിലേക്കാണ്. സമാധാനത്തിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് സമാധാനം കണ്ടെത്തുക എന്നുള്ള സിസ്റ്റം കഴിയുന്ന കാര്യമല്ലല്ലോ. അപ്പം നമ്മൾ മലയാളത്തിൽ, സിമ്പിൾ ആയിട്ടുള്ള മലയാളത്തിലാണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത്. അതേപോലെ ചെറിയ ചെറിയ ടാസ്കുകളാണ് തരുന്നത്. പക്ഷെ നമുക്ക് ഒരു സന്തോഷമുള്ള പ്രോഗ്രസ് നമുക്ക് കിട്ടും ഇൻഷാ അല്ലാ. നമ്മൾ നമ്മളെ തന്നെ പ്രോഗ്രസ് ചെയ്ത് നോക്കിക്കൊണ്ട്, ഓക്കെ ഇന്ന് 3 ടാസ്ക് തന്നു, അത് ചെയ്തു, അൽഹംദുലില്ലാ, അതിനൊരു സമ്മാനം. ഒരു 10 മിനിറ്റ് ഫ്രീ ആയിട്ട് ഒരു മൂലക്കിൽ ഇരുന്ന് ഒരു കോഫി കുടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്നത്, ഒന്ന് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത്, ഒന്ന് മൈലാഞ്ചി ഇടുന്നത്, കണ്ണിൽ സുറുമ ഇടുന്നത്, അല്ലെങ്കിൽ ഇന്നൊന്ന് ഒരുങ്ങുന്നത്, ഇങ്ങനെ പല നമുക്ക് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവുക ഇൻഷാ അല്ലാ. അപ്പം ചെറിയ സ്റ്റെപ്പുകളാണ്, പക്ഷെ പവർഫുൾ ചേഞ്ചസ് ആണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ആർക്കാണ് ഈ ചലഞ്ച് ഉപകാരപ്പെടുക എന്നുള്ളത്? നിങ്ങൾക്ക് മാറാൻ, ശരിക്കും നിങ്ങൾക്ക് മാറണം എന്നുള്ളൊരു നീയത്തുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പം നിൽക്കുന്ന ലെവലിനേക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെടണം എന്നുള്ളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് ഉപകാരപ്പെടും. അള്ളാഹുവിനോട് അടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഒരു ചിട്ടയിലുള്ള ജീവിതം ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ചിട്ടയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് നടക്കാത്തതാണ് എന്നുള്ളവർക്ക്, പിന്നെ പീസ്ഫുൾ ലൈഫ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഒരു സമാധാനമുള്ള ലൈഫ് വേണം, സമാധാനമുള്ള ജീവിതം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ഓവറായിട്ട് ചിന്തിച്ച് ഓവർ തിങ്കിങ് ഉള്ളവർക്ക്, അതേപോലെ തന്നെ മടിയുള്ളവർക്കും, ഇത് രണ്ടും നമ്മൾ ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടുന്നത് നിർത്താനും, അതുപോലെ തന്നെ നമ്മുടെ മടിയെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും, ഇത് രണ്ടും ഉള്ളവർക്കും ഈ ഒരു കോഴ്സ് ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ആർക്ക് ബെനിഫിറ്റ് ലഭിക്കില്ല? ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമില്ല, എനിക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനൊന്നും ആഗ്രഹമില്ല, ഞാൻ ഇപ്പൊ ജീവിക്കുന്ന പോലെ തന്നെ അതിന്റെ മുന്നോട്ട് പോയാൽ മതി, ആ മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിൽ ചേരാതിരിക്കണം നല്ലത്. കാരണം നിങ്ങൾ ഉള്ളിൽ നിന്ന് എനിക്ക് മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിലൂടെ നിങ്ങൾക്ക് മാറ്റം വരുള്ളൂ. അല്ലാതെ ഒരിക്കലും പുറമെ ഒരാൾക്ക് നിങ്ങളെ വന്ന് മാറ്റാൻ കഴിയൂല. പിന്നെ സ്ഥിരമായിട്ട് ചെയ്യൂല, ഞാൻ ഇത് 2 ദിവസം ചെയ്യും പിന്നെ ചെയ്യൂല, നിങ്ങൾ ആദ്യം ആ രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ എനിക്ക് ഞാൻ ഇത് ചെയ്യൂല, ചെയ്യാൻ കഴിയൂല, എനിക്ക് അതൊന്നും പറ്റൂല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ചേർന്നിട്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടാവണം എന്നില്ല. ഓക്കെ, നിങ്ങൾ ഇതിൽ ചേരണ്ട എന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾക്ക് അറിയാം, ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ളവരുടെ മാറ്റം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ മാറിയേക്കാം. പക്ഷെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു സ്ഥിരമായിട്ട് ഗ്രൂപ്പുമായിട്ടും കോണ്ടാക്ട് ചെയ്യുകയും, അതേപോലെ തന്നെ ഗ്രൂപ്പിൽ പറയുന്ന ടാസ്കുകൾ ചെയ്യുകയും ചെയ്യാൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾക്ക് 30 ദിവസം കൊണ്ട് നമ്മളെ ജീവിതത്തിൽ മാറ്റം വരാം. അല്ലാതെ നോക്കിയിരുന്നത് കൊണ്ട്, ഗ്രൂപ്പിൽ എന്തൊക്കെ പറയുന്നു, മിസ് എന്തൊക്കെ പറയുന്നു എന്നുള്ളത് കേട്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ കൂട്ടർ എല്ലാം പെട്ടെന്ന് വേണം, ഇൻസ്റ്റന്റ് ആയിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇൻസ്റ്റന്റ് കോഫി, ഇൻസ്റ്റന്റ് ടീ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഇപ്പം പൈസ ഇട്ട് ഇപ്പം തുടങ്ങി ഇപ്പം തന്നെ മുത്തുമൈനയിലേക്ക് എത്തണം എന്നുള്ള ചിന്ത ഉള്ളവർക്ക് ഇത് പോസിബിൾ ആവില്ല. അവർക്കും ഇത്
ഹെൽപ്പ് ചെയ്യണം എന്നില്ല. കാരണം ഇതിന് സമയമെടുക്കും. നമ്മളെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ചിട്ടയെ, നമ്മുടെ ജീവിത ശൈലിയെ ഇതെല്ലാം മാറ്റിക്കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ശരിക്കും ഓരോന്നിനും ഓരോ ക്ലാസ് കൊടുക്കുന്നതാണ്. ഞാൻ എല്ലാത്തിനും കൂടി ഒറ്റ ക്ലാസ് വെച്ചത് എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടി എല്ലാ രീതിയിലും ഒരു സിമ്പിളായിട്ട് നമ്മുടെ ജീവിതം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചലഞ്ച് വെച്ചിട്ടുള്ളത്. അപ്പം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ചേഞ്ച് ചെയ്യാൻ ഉള്ള മനസ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ആ മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതുവരെ ഞാൻ ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല, ഒന്നിലും സ്ഥിരമായിട്ട് നിന്നിട്ടില്ല. പക്ഷെ ഇതിൽ ഞാൻ സ്ഥിരമായിട്ട് നിൽക്കും. കാരണം എന്റെ ജീവിതമാണ് മാറേണ്ടത്, എനിക്കാണ് മാറ്റം വരേണ്ടത്. അപ്പൊ പിന്നെ ഞാൻ എന്തെന്നെ ആയാലും ഇതിൽ ടാസ്കുകൾ ചെയ്യാൻ തയ്യാറാണ്. അതേപോലെ തന്നെ എന്റെ ജീവിതം 30 ദിവസം കൊണ്ട് മാറ്റാൻ ഞാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ചേരാം. മൂന്നാമത്തെ കാര്യം, പെട്ടെന്നില്ലെങ്കിലും കുറച്ച് സാവകാശമാണെങ്കിലും എന്റെ ജീവിതം മാറുമല്ലോ, നല്ല രീതിയിലേക്ക് മാറുമല്ലോ, അതിനും വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള മാനസികാവസ്ഥയിൽ വേണം ഈ ഒരു കോഴ്സിലേക്ക് ചേരാന്. ഓക്കെ, 30 ദിവസം എന്ന് പറയുന്നത് ചിലർക്കത് ചെറിയ സമയം, ചിലർക്കത് വലിയ സമയമാണ്. അപ്പം ഈ വലിയ സമയമുള്ളവർക്ക് കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ കഴിയാത്തതാണ്. അപ്പം അത് ഗ്രൂപ്പിൽ എല്ലാവരും ആക്റ്റീവ് ആവുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളും ആക്റ്റീവ് ആവാം. പക്ഷെ ആക്റ്റീവ് ആവും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഞാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ, ഓക്കെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഞാനത് ചെയ്യും എന്നുള്ള മനോഭാവത്തോട് കൂടി തന്നെ ഈ കോഴ്സിലേക്ക് ചേരാൻ ശ്രമിക്കാം ഇൻഷാ അള്ളാ. ഫൈനൽ മെസ്സേജ്, ഈ ചലഞ്ച് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹുലേക്ക് സ്ലോലി തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സമാധാനം ഇല്ലാത്ത ജീവിതത്തിൽ നിന്നും സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതത്തിലേക്ക്, നമ്മളെ ഡിസ്ട്രാക്ഷനിൽ നിന്നും അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയിൽ നിന്നും അച്ചടക്കമുള്ള ഒരു ജീവിതത്തിലേക്ക്, നമ്മളെ തെറ്റിലേക്ക് വലിക്കുന്ന നമ്മുടെ മനസ്സിൽ നിന്നും നന്മയിലേക്ക്, മനസമാധാനത്തിലേക്ക്, അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ജീവിതത്തിലേക്ക്. ഇതാണ് നമ്മുടെ ജേണി ബാക്ക് ടു അള്ളാഹ്. ഓക്കെ, അള്ളാഹുവിലേക്കുള്ള യാത്ര. ഇൻഷാ അള്ളാ. എല്ലാ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഈ മാസം വെറും 300 രൂപയുള്ളൂ, സ്ത്രീകൾക്ക് മാത്രമുള്ള കോഴ്സാണ്. അടുത്ത മാസം മുതൽ 500 രൂപ ഫീസിലാണ് ആ ഒരു കോഴ്സ് ചെയ്യുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിക്കുക. അടുത്ത തിങ്കളാഴ്ച കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച വരെ മാത്രമാണ് കോഴ്സിന്റെ ഈ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എടുക്കുന്നുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ആദ്യ സ്റ്റെപ്പായിട്ട് ഈ ഒരു മുത്മയിന്ന ചലഞ്ച് ഏറ്റെടുക്കുക. ഇൻഷാ അള്ളാഹ് നമുക്ക് ഒരുമിച്ച് മുത്മയിന്നയിലേക്ക് എത്താം. ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് മുന്നേറുന്ന സമയത്ത് അല്ലേ. ഈ ഒരു കോട്ടുണ്ട്, നിങ്ങൾക്ക് വേഗം എത്തണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോവുക, പക്ഷെ നിങ്ങൾക്ക് ദൂരെ ആണ് എത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോവുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വേഗം എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോവാണ് നല്ലത്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ദൂരെ കുറച്ചും കൂടി അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഒരുമിച്ച് നടക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ചലഞ്ചിലൂടെ മുന്നോട്ട് പോവാം ഇൻഷാ അള്ളാ. മറ്റൊരു വീഡിയോവുമായിട്ട് വരാം. എല്ലാവരുടെയും ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. ഇൻഷാ അള്ളാ ഇത് ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.